ജോർജ് പൊടിപാറ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, കോൺഗ്രസിൽ ഞാനല്ല ഈ വാദം ഉണ്ടാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, ഞാനല്ല ഉണ്ടാക്കുന്നതെന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ ആർക്കാണ് ചോദ്യമെന്ന് ചോദിച്ചാൽ ഭാഗവും കൃത്യമായ നീക്കം നടത്തുന്നു എന്നതാണ്. കോൺഗ്രസിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനൊക്കെ ശേഷമാണ് ഒരു അഭിമുഖത്തിൽ ഞങ്ങളോട് അദ്ദേഹം തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നേരിട്ട അനീതികൾ, അവിടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വീതം വെപ്പ് ഉണ്ടായിട്ടും ധാരണയുണ്ടായിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന കാര്യം പറയുന്നു. പാർട്ടിയിൽ നിന്ന് ഇപ്പം പിന്തുണയില്ലായിട്ടും താൻ സർക്കാരിനെതിരായ പോരാട്ടം നടത്തുന്നു എന്ന കാര്യം പറയുന്നു. മുമ്പ് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി ഒരു കാലത്തും കോൺഗ്രസ് പോയിട്ടില്ല, പക്ഷേ ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ചർച്ച നടക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇക്കാര്യമൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നത് വെറുതെ ആകുമോ? അദ്ദേഹത്തിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ടാവില്ലേ? ശ്രീ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഇപ്പോഴും ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിന്റെ ആ മോഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ആ പുതിയ പദപ്രയോഗം സോഷ്യൽ എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ അദ്ദേഹം നടപ്പാക്കുന്നു. NSSന്റെ പിന്തുണ കിട്ടുന്നു, SNDPയുടെ പിന്തുണ കിട്ടുന്നു, സമസ്ത പോലുള്ള സംഘടനകൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാ വിധത്തിലുള്ള എല്ലാ സാമുദായിക സംഘടനകളുടെയും പിന്തുണ നേടാൻ അദ്ദേഹം കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ AK ആന്റണി തന്നെ പറഞ്ഞത്, ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല, അതിനുള്ള സമയമായിട്ടില്ല, അതൊക്കെ പിന്നീട് കാലത്തിന്റെ ആ ഒരു പൂർണ്ണതയിൽ അത് സംഭവിക്കട്ടെ, അത് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം വീണ്ടും 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ കോൺഗ്രസും UDF ഇപ്പൊ ശ്രമിക്കേണ്ടത് മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാനല്ല, മറിച്ച് നേടുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് പക്ഷേ ഈ ലോജിക്കൊക്കെ അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും. പക്ഷേ അങ്ങനെ ലോജിക് ഉള്ളപ്പോഴും ഞങ്ങൾ അവകാശവാദം അത് പറഞ്ഞു തന്നെ പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു എന്നൊരു രാഷ്ട്രീയം കൂടി അതിന് പിന്നിലുണ്ടല്ലോ. ഇതിന്റെ അവസാനം എവിടെ എന്നൊരു സംശയം നമുക്ക് മുന്നിലുണ്ടാവുന്നു. ഇപ്പൊ ശ്രീ ജയശങ്കറും എന്റെ സുഹൃത്ത് ശ്രീകുമാറും ഒക്കെ അതിന്റെ പിന്നിലെ കാര്യങ്ങൾ പറഞ്ഞു. 2011 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു, സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു മാർജിനിൽ ഒരാളുടെ 2 ആളുടെ വ്യത്യാസത്തിലാണ് മന്ത്രിസഭ നിന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യനായ ആൾ ഉമ്മൻചാണ്ടിയാണ്, അദ്ദേഹത്തിന്റെ സ്വീകാര്യതയാണ്. മാത്രമല്ല ഘടകകക്ഷികൾക്കൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്വീകാര്യനായിരുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കാം. ചിലപ്പോൾ ദേശ്മുഖ് നടത്തിയ ചർച്ചയിലൊക്കെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായി, പിന്നീട് അത് നടന്നില്ല. അദ്ദേഹം അന്ന് മന്ത്രിസഭയിൽ ചേരാതിരുന്നതും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാകാം. പിന്നീട് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ നിയമിക്കണം എന്ന് NSS ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ വളരെ വികാരഭരിതമായ ഒരു പ്രസംഗം നടത്തുന്നു. അപ്പോ താൻ നായർ ബ്രാൻഡ് അല്ല, എന്നെ ആരും ബ്രാൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നിട്ടും അതിൽ നിന്ന് മാറുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം തിരുവഞ്ചൂരിനെ മാറ്റി അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെക്കാൾ കൂടുതലായിട്ട് 2021 UDFന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ അന്ന് സ്വാഭാവികമായിട്ട് ഒരു നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ UDFന് എതിരെ അന്ന് ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇതൊരു ന്യൂനപക്ഷ പാർട്ടിയായിട്ട് മാറുന്നു. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, അതുപോലെ തന്നെ കുഞ്ഞുഞ്ഞ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ രീതിയിലൊരു ന്യൂനപക്ഷ ബ്രാൻഡിൽ നിന്ന് പാർട്ടിക്ക് ഒരു മോചനം വേണം. മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ്, അതായത് സ്പ്രിംഗ്ലർ മുതൽ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് വരെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിക്കൂട്ടിലാക്കുന്ന, പിന്നീട് പല തീരുമാനങ്ങളും സർക്കാരിന് റദ്ദാക്കേണ്ടി വന്ന പല കാര്യങ്ങളും രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റും രമേശ് ചെന്നിത്തലയ്ക്കാണ് പ്രധാനമായിട്ട് അവകാശപ്പെടാൻ കഴിയുക. മാത്രമല്ല അദ്ദേഹം അത് പ്രതിപക്ഷ നേതാവായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. മാത്രമല്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ വേണ്ടത്ര അന്നത്തെ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലാകാം, എന്തുകൊണ്ടോ വേണ്ട രീതിയിൽ അത് ജനങ്ങളെ സ്വാധീനിച്ചില്ല. തുടർ ഭരണം LDFന് കിട്ടുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിഷയം, അദ്ദേഹത്തിന് ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ്. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തത് ഒരു ഡീസന്റ് എക്സിറ്റ് അല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. ആ ഡീസന്റ് എക്സിറ്റ് കൊടുക്കാതിരുന്നതിന് ന്യായമൊന്നുമില്ല. അദ്ദേഹം വേണമെങ്കിൽ പിന്നീട് പലവട്ടം പറഞ്ഞത് എന്താണ്,
എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ചിന്ത ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സ്ഥാനം സ്വമേധയെ ഒഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല ചെയ്തത്. ഒരു ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പറയുന്നുണ്ട് അനാദരവ് കാട്ടി ഒഴിവാക്കി എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ മുറിവാണ്, അത് യാതൊരു സംശയമില്ല. അന്ന് അതേക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അന്ന് ഞാൻ മുഖ്യമന്ത്രി ആകാം, ഞാനാകട്ടെ മുഖ്യമന്ത്രി എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. 2011 കാര്യം മാത്രമല്ല, ഈ 2021 അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു ഇല്ലെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും അദ്ദേഹം പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം, 2021 ഭൂരിപക്ഷം ലഭിച്ചാൽ താൻ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ഉമ്മൻചാണ്ടി പോലും സമ്മതിച്ചിരുന്നു എന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ടും അന്ന് അദ്ദേഹം ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആകുകയും ചെയ്താന്. പക്ഷെ എന്റെ ചോദ്യം, ഇപ്പൊ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം അർദ്ധോക്തിയിൽ വിരമിക്കുകയാണ്, എന്നാൽ അതൊന്നും നിഷേധിക്കുന്നുമില്ല. ഈ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വളരെ ടാക്ടിക്കലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്നും അദ്ദേഹം തുറന്നു പറയുന്നില്ല, എന്നാൽ ഒന്നും പല നിർണായക ചോദ്യങ്ങൾക്കും അദ്ദേഹം മഞ്ജുഷ് ഗോപാലിന് മറുപടിയും കൊടുക്കുന്നില്ല. അപ്പൊ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന, എങ്ങനെയും ഊഹിച്ചെടുക്കാവുന്ന രീതിയിലുള്ള പല അർത്ഥഗർഭമായ മൗനങ്ങളും ഇതിനകത്തുണ്ട്. വരികളിലുള്ളതിനേക്കാൾ കൂടുതൽ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂ എന്നുള്ളതും ഏറ്റവും നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്, എന്നാൽ ഒന്നും അങ്ങനെ ഖണ്ഡിതമായിട്ട് പറയുന്നുമില്ല. പക്ഷെ വളരെ കൃത്യമായി തന്നെ നമുക്ക് പലതും വായിച്ചെടുക്കാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ഒറ്റയ്ക്കായാലും പോരാട്ടം തുടരും. ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒറ്റയ്ക്കും എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ഞാനത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. കാർബോറാണ്ടാവട്ടെ, മറ്റെഴുതുകളാവട്ടെ, എന്തായാലും പോരാട്ടം ഞാൻ തുടരുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ശക്തമായ മത്സര രംഗത്തുള്ള, അല്ലെങ്കിൽ മനസ്സിൽ വളരെ കൃത്യമായ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവിന്റെ, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിന്റെ ധാർഢ്യമുള്ള സ്വരവും അതുപോലെ തന്നെ തീരുമാനമാണ് ഇന്നത്തെ ഇന്റർവ്യൂവിലൂടെ പുറത്തു വരുന്നത്. അത് പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും, ദോഷം ചെയ്യുന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ജോർജ് പൊടി പറയാണ്. വളരെ നന്ദി. രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിലെ തുടർ രാഷ്ട്രീയമാണ്. ഇതിന്റെ തുടർ ചലനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. തനിക്കുണ്ടായ അവഗണനകൾ, ഒപ്പം തന്നെ തന്റെ നേട്ടങ്ങൾ, തന്റെ നീക്കങ്ങൾ, ഒപ്പം പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്ക് ഇടവെക്കുക. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.